ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സഭ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയും തിരുവചനങ്ങളാണ്. ഗിരിപ്രഭാഷണത്തിലെ ഭാഗങ്ങളാണ്. എപ്രകാരം നന്മ ചെയ്യണം, എപ്രകാരം പ്രാർത്ഥിക്കണം, എപ്രകാരം ഉപവസിക്കണം എന്നുള്ള നമ്മുടെ ആന്തരിക ജീവിതത്തിന് അടിസ്ഥാന ഭാവങ്ങൾ ഈശോ വ്യക്തമാക്കി നമുക്ക് നൽകുകയാണ്. ഇന്ന് PR വർക്കിൻ്റെ കാലമാണ്. ലോകത്തിന് മുമ്പിൽ ആദരം പിടിച്ചു പറ്റാൻ ഇന്ന് PR ഏജൻസികൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെയുണ്ട്, മതരംഗത്തുമുണ്ട്. അങ്ങനെയുള്ള പേരിനും പ്രശസ്തിക്കും വേണ്ടി ആളുകൾ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ എന്തായിരിക്കണം ക്രൈസ്തവൻ്റെ ആധ്യാത്മികത എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ്: മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്റ്റേജ് പെർഫോമൻസാണ്. ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് പറയുന്ന ആ ഹിപ്പോക്രൈറ്റ്, കപടനാട്യക്കാരി എന്ന് പറയുമ്പോൾ ഉള്ളിൽ കാപട്യം വെച്ച് പുലർത്തുന്നവർ എന്ന് മാത്രമല്ല അർത്ഥം. സ്റ്റേജ് പെർഫോമൻസ് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. സ്റ്റേജ് ആക്ടറാണ്, അഭിനയിക്കുകയാണ്. അപ്പോൾ ഈ അഭിനയം, അതും ദൈവത്തിന് മുമ്പിൽ അഭിനയിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ചിലർ തയ്യാറാകുന്നത് കാണുമ്പോൾ അവിടെയാണ് ഈശോ നൽകുന്ന സന്ദേശത്തിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒന്നാമത് നമ്മൾ ചിന്തിക്കുക, മറ്റുള്ളവരിൽ പ്രശംസ ലഭിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ ചിലർ കാഹളം മുഴക്കുന്നു എന്നാണ് പറയുന്നത്. അത് പ്രതീകാത്മക ഭാഷയാണ്, ഫിഗറേറ്റീവാണ്. പക്ഷേ ചിലർ പറയുന്നത് ഈശോയുടെ കാലത്ത് പ്രകാരം കാഹളം മുഴക്കി പാവപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ എന്താണ് വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കുക. ദൈവമാണ് നമ്മുടെ സൽപ്രവൃത്തികളുടെ സാക്ഷി. ദൈവമാണ് എല്ലാം കാണുന്നത്. നമുക്കത് പോരെ എന്നാണ് ഈശോ ചോദിക്കുക. ഈ ദൈവമാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മാത്രം ഓർത്താൽ മതി. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം കാണുന്നുണ്ട്. ആ ദൈവം നമ്മുടെ നന്മയും മഹത്വവും വെളിപ്പെടുത്തും. അതുമാത്രം നമുക്ക് പോരെ. ദൈവം നൽകുന്ന പ്രതിഫലത്തിനായിട്ട് കാത്തിരുന്നുകൂടെ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. വിശുദ്ധ ബേസിൽ ഇപ്രകാരമാണ് പറയുന്നത് ഈ പ്രശംസയെപ്പറ്റി. പ്രശംസ എന്ന് പറയുന്നത് നമ്മുടെ സൽപ്രവൃത്തികൾ അപഹരിക്കുന്ന സൗമ്യനായ ഒരു കള്ളനാണ്. നമ്മുടെ ആത്മാവിൻ്റെ പ്രസന്നവദനനായ ശത്രുവാണ്. അതുപോലെ തന്നെ അത് തേനെന്ന പോലെയുള്ള വിഷമാണ്. നമ്മുടെ എല്ലാ മഹത്വവും എല്ലാ മൂല്യവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണിത് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികൾ, അതിൻ്റെ മോട്ടീവ്, അതിൻ്റെ പ്രേരക ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുക. ദൈവത്തിന് മുമ്പിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. മറ്റാരുടെയും ബാഹ്യമായ പ്രേരണ കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ അതിനുള്ള അവരുടെ ലോകത്തു നിന്നുള്ള പ്രശംസ ലഭിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ ആയിരിക്കരുത് നമ്മുടെ സൽപ്രവൃത്തികൾ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. രണ്ടാമത്തെ ഭാഗത്ത് ഈശോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജനങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ പ്രാർത്ഥിക്കുന്ന യഹൂദന്മാരെ കർത്താവ് കാണിച്ചു തരികയാണ്. അവർ കപടനാട്യക്കാരാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒന്ന്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കണം. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നു, കതകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഉൾമുറിയിൽ കയറി പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രശാന്തതയിൽ നീയും ദൈവവുമായിട്ട് സംഭാഷിക്കുക. അങ്ങനൊരു വലിയ അർത്ഥം അതിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്ന നല്ലതാണ്. പൊതുശ്രദ്ധ കിട്ടാനായിട്ട് ചിലർ പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ ആധ്യാത്മികനാണ്, കൂടുതൽ ദൈവത്തോടടുത്തവനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന പ്രാർത്ഥന, അതും ശരിയല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയരാം. നമ്മൾ ധ്യാനത്തിൽ, കരിസ്മാറ്റിക് ധ്യാനത്തിൽ ഒക്കെ ഉറക്കെ സ്തുതിപ്പ് നമ്മൾ നടത്താറുണ്ട്. അത് നല്ലത് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എങ്ങനെയാണ്, ആഘോഷത്തിൻ്റെ ഫലമായിട്ടുള്ള ശബ്ദാരവം അല്ലെങ്കിൽ ശക്തി പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദാരവം,
അല്ലെങ്കിൽ ഫലം കിട്ടാൻ വേണ്ടി, ഫലപ്രാപ്തിക്ക്, രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമുയർത്തൽ, അതല്ല കർത്താവ് പ്രതീക്ഷിക്കുക. നിന്നിൽ ഈ ആന്തരികമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള സ്തുതിപ്പ് കൊണ്ട് ഫലമുള്ളൂ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള ആ ആന്തരികതയുടെ പ്രാർത്ഥന നമ്മൾ അഭ്യസിക്കണം. അപ്പോൾ നമ്മുടെ ബാഹ്യമായ ശബ്ദം ഉള്ള പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ട്. വിജാതിയെപ്പോലെ പ്രാർത്ഥിക്കരുത്, അവർ അതിഭാഷണം നടത്തുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. വിജാതിയർ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്? അവരുടെ പ്രാർത്ഥനയിൽ ഒരു യാചന എങ്ങാനും അത് ചൊല്ലാൻ മറന്നുപോയാൽ, അല്ലെങ്കിൽ അവരൊരു ദേവൻ്റെ പേര് പറയാൻ മറന്നുപോയാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെക്കാനിക്കലായിട്ട് ചിന്തിച്ചിരുന്ന ഒരു പ്രാർത്ഥനാ കാലം, പ്രാർത്ഥനാ ലോകമാണ് ഈ വിജാതിയരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ യഹൂദന്മാരും വിജാതിയരും ഈ കാര്യത്തിൽ വലിയ ഭേദമില്ല, വ്യത്യാസമില്ല. ഈശോ പറയുന്നത് എന്താണ്? മെക്കാനിക്കലായിട്ട് നമ്മൾ പ്രാർത്ഥന മാറ്റരുത്, ചൊല്ലിക്കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മുടെ ആരാധനക്രമത്തിൽ ഈ ഒരു ആന്തരികതയിലേക്ക് നമുക്കെത്താം. ആവർത്തിച്ചിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, അത് നല്ലത് തന്നെയാണ്. ജപമാല നമ്മൾ ചൊല്ലാറുണ്ട്. അത് ദൈവമേ നീ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ചിന്തയല്ല വരേണ്ടത്. നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നായിരിക്കണം ഈ ആവർത്തിച്ചുള്ള പ്രാർത്ഥന എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക. മൂന്നാമത് ഈശോ നമ്മളെ പഠിപ്പിക്കുക യഥാർത്ഥ ഉപവാസത്തെ പറ്റിയിട്ടാണ്. ഉപവാസം ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ വസിക്കുകയാണ്. നമ്മുടെ ഫോക്കസ് ദൈവമാണ്, നമ്മുടെ ശ്രദ്ധ ദൈവം മാത്രമാണ്. പക്ഷെ അത് മാറ്റി ഫോക്കസ് നമ്മിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ കപടനാട്യക്കാരാവുന്നത്, നമ്മുടെ ഉപവാസം ഫലരഹിതമാകുന്നത്, അർത്ഥശൂന്യമാകുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നാമത്തെ ഉപവാസത്തെ പറ്റിയിട്ടുള്ള കർത്താവിൻ്റെ ആ പ്രത്യേകമായ പഠനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നമ്മിലേക്കല്ല. അതുപോലെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ അടിസ്ഥാനം യഥാർത്ഥ എളിമയാണ്. അകത്തെ മാറ്റിവെക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ് ഉപവാസം. അതുകൂടി നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. നിൻ്റെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ, നിൻ്റെ നല്ല മനസ്സ്, നിൻ്റെ നല്ല നിയോഗം, നിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന, അതൊക്കെ ദൈവം കാണുന്നു. ആ ദൈവത്തിലേക്ക് നീ ഫോക്കസ് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ ഭാഗത്ത് ഈശോ പറയുന്നത്. ലേഖനത്തിൽ ശ്ലീഹായും പറയുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ സമ്പന്നതയിൽ ശരണം വയ്ക്കുക, നിൻ്റേതായ കണക്കുകൂട്ടലല്ല. ഈശോ എത്രമാത്രം സമ്പന്നനാണ്, നിനക്ക് എത്രമാത്രം കൃപകൾ നൽകും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം. പൗലോസ്ലീഹ കോരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് പറയുക. അതുപോലെ തന്നെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ 12-ാം അധ്യായത്തിൽ ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും നീതിയുടെയും ആ പ്രാധാന്യം വ്യക്തമായിട്ട് പറയുന്നു. 8-ാം വാക്യത്തിൽ ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സുവിശേഷവും മറ്റു വായനകളും നമ്മുടെ മനസ്സിൽ അതിൻ്റെ കാതലായ സത്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ആന്തരികതയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വലിയ വിളിയാണ് ഈശോ ഇന്ന് നമുക്ക് നൽകുന്നത്. ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കാനുള്ള പ്രേരണയാണ് നമുക്കൊക്കെയുള്ളത്. കാരണം അതാണ് എളുപ്പം. പക്ഷേ ഈ ലോകത്തിന് അപ്പുറത്ത് ദൈവം നൽകുന്നൊരു സമ്മാനമുണ്ട്. അതിനായിട്ട് കാത്തിരിക്കാൻ നിൻ്റെ ഉള്ളും നിൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയും നല്ല മനസ്സും നല്ല നിയോഗവും നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നന്മ സ്വീകരിക്കാൻ, പ്രതിഫലം സ്വീകരിക്കാൻ തയ്യാറാകുന്നവർക്കാണ് ഈശോയുടെ പക്കൽ വലിയ സമ്മാനം എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. മറ്റുള്ള സമ്മാനങ്ങളൊക്കെ, ഈ ലോകത്തിൻ്റെ സമ്മാനങ്ങളൊക്കെ ഉറപ്പാണ്, പക്ഷേ അതെല്ലാം നശ്വരമാണ്, അതിനൊന്നും യാതൊരു വിലയുമില്ല എന്ന് പ്രത്യേകമായിട്ട് തിരിച്ചറിയുക. ഈ സത്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.